ഇന്ന് വളരെ പ്രത്യേകതയുള്ളൊരു വീടുണ്ട്. നിങ്ങൾ പറയുക ഹൈവേ സൈഡ് ബസ് റൂട്ട്, ഇഷ്ടംപോലെ ബസ് പോകുന്ന റൂട്ട് ഉണ്ട്. ഈ കാണുന്ന വീട് അടിപൊളി ഒരു വീടാണ്. ഈ വീടിന് നിങ്ങൾക്ക് വില പറയാം. ആര് കൂടുതൽ പറയണ് അവർക്ക് കൊടുക്കും. അതാണ് ഈ വീടിന്റെ പ്രത്യേകത. ഇതിന്റെ തൊട്ടപ്പുറത്ത് ബസ് സ്റ്റോപ്പ് ഉണ്ട്. ഒരു 500-550 മീറ്റർ പോയി കഴിഞ്ഞാൽ ടൗൺ ഉണ്ട്. അങ്ങനെ എല്ലാ സെറ്റപ്പ് ഉണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം വില ചോദിക്കണം. കാരണം ഇതിന്റെ ഓണർ കാനഡയിൽ സെറ്റിൽഡായി. അവര് ഇപ്പൊ എന്റെ നാട്ടിലോട്ടില്ല, ഇപ്പൊ പൂട്ടിക്കിടക്കാണ്. അപ്പൊ അവര് എത്രയും പെട്ടെന്ന് കൊടുക്കണം. അവർക്ക് വാടക കൊടുക്കാനൊരു താല്പര്യമില്ല. അപ്പൊ വീട് പൂട്ടിയിട്ട് കഴിഞ്ഞാൽ നശിച്ചു പോകത്തേ ഉള്ളൂ. അത് കാരണം അവര് ഇത് കൊടുത്ത് ഒഴിവാക്കണം. ഇപ്പൊ പുല്ലൊക്കെ ക്ലീൻ ചെയ്യാൻ ആ പുള്ളിനെ അവിടെ കൊണ്ട് നിർത്തിയേക്കണം. അപ്പൊ ഇപ്പൊ നിങ്ങൾ വന്ന് കാണുമ്പോഴേക്കും ഇത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കുള്ളൂ. ഇത്രയും സൗകര്യം അടുത്തുള്ളൊരു വീടാണ്. അപ്പൊ നിങ്ങൾക്ക് വില പറയാം. ഇത് കണ്ടിട്ട് ഇത് 16 സെന്റ് സ്ഥലമുണ്ട്. 2000 സ്ക്വയർ ഫീറ്റ് വീട്, 4 ബെഡ്റൂം. പുതിയ വീട്, പുതിയതൊന്നുമല്ല കേട്ടോ, ഇത്തിരി വഴക്കമുള്ള വീടാണ്. പുല്ലൊക്കെ പിടിച്ചിട്ടുണ്ടോ, ഇന്റർലോക്ക് ഇട്ടിട്ട് അതിന്റെ ഇടയിലാണ് ഈ പുല്ല് മുളച്ചാണ്. അതുകൊണ്ട് നോക്കാനാണല്ലോ നടക്കുന്നത്. അതുകൊണ്ടാണ് അവര് അധികം പൈസ ഒന്നും ചോദിക്കാനില്ല, കിട്ടുന്നത്. ഇതിന് ഫുൾ ഡീറ്റെയിൽ ഞാൻ ഈ വീഡിയോ തന്നെ പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവൻ ഡീറ്റെയിലും കേട്ടതിന് ശേഷം മാത്രം വിളിക്കുക. അതുപോലെ തന്നെ ഈ വീടിന് ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത്. കാരണം ഈ വീട് നിങ്ങൾക്ക് എന്തുകൊണ്ട് ലാഭമായിരിക്കുള്ളൂ. കാരണം എനിക്ക് 100% ഉറപ്പാണ്. കാരണം അവർ അതിനുള്ള വില ചോദിക്കാനുള്ളൂ. കാരണം മൊത്തം കാട് പിടിച്ചിറക്കാണ്. ഇത് നിങ്ങൾ വാങ്ങിച്ചാലും ഇത്തിരി പണിയുണ്ട്. ഇതൊക്കെ ഇപ്പൊ അതൊക്കെ ഒരു വെട്ടിത്തെളിച്ച് വരുമെന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഒരാളവിടെ നിർത്തിയിട്ടുണ്ട്. ഞാൻ വന്നപ്പോഴേക്കും ഒരാളവിടെ ക്ലീൻ ചെയ്യാൻ നിർത്തിയിട്ടുണ്ട്. നിങ്ങൾ വരുമ്പോഴേക്കും ഇത് ക്ലീൻ ചെയ്ത് കിട്ടേക്കണേ ഇരിക്കുള്ളൂ. അത്യാവശ്യം നല്ല വീടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിതേക്കണം. നല്ല ഗ്രാൻഡായിട്ട് പണിതിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഇപ്പൊ എല്ലാവരും വെളിയിൽ സെറ്റിലാണല്ലേ. അപ്പൊ അത് കാരണം ഇതും കൊടുക്കണം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വീടുന്നു. എനിക്ക് തന്നെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാ സൗകര്യവും അടുത്തുണ്ട്. നല്ല ഒരു കംപ്ലൈന്റും ഇല്ല. കാരണം അതേക്കൂട്ട് നാട്ടില് നാടൻ പണിക്കാർ പണിത പണിയാണ്. ഹിന്ദിക്കാരും കാര്യങ്ങളൊന്നും പണിതല്ല. നല്ല ആറ്റുമണല് ചൂട്ടുകെട്ട വെച്ച് പണിതേക്കണ വീട്. ഇത്രയും സെറ്റപ്പുള്ളൊരു വീട് ഇത്ര നിസാര വിലക്ക് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മളടുത്ത് കയ്യിൽ കാശുണ്ടെങ്കിൽ ഞാൻ തന്നെ വാങ്ങിച്ചാലത്. അടിപൊളി സെറ്റപ്പിൽ പണിതേക്കണ ഒരു വീട്. നിങ്ങൾ ഇതിനകത്തോട്ട് കയറി കാഴ്ച എല്ലാത്തിനും നല്ല സൗകര്യവും. കാരണം നമുക്ക് ഇപ്പൊ ഒരു അത്യാവശ്യ കാര്യങ്ങൾ തന്നെ ഒരു 16 സെന്റ് സ്ഥലം. കാരണം അത്യാവശ്യം പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കൃഷി ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അത്യാവശ്യം എല്ലാത്തിനുള്ള സൗകര്യമുണ്ട്. ഹാളിന്റെ ഒക്കെ ഒരു വലിപ്പം കണ്ട സൈഡിൽ തന്നെ ഒറ്റ ഹാളായിട്ട് ഇടങ്ങണം. അത് തന്നെ ലിവിങ് ഏരിയ ആയിട്ട് നമുക്ക് ഇവിടെ ഒരു കർട്ടൻ ഇട്ട് തിരിക്കാൻ പറ്റും. ഈ ഒരു പോർഷൻ കണ്ട ഒരു ഭിത്തിര ഇവിടെ നിങ്ങൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അവിടെ വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നേരത്തെ മോഡലാണ്. ഇതൊക്കെ നിങ്ങൾക്ക് മാറ്റി പുതിയ മോഡൽ വേണമെങ്കിൽ വെക്കാം. എന്നാലും വലിയ കുഴപ്പമില്ലാത്തൊരു മോഡൽ വാഷ് ബേസിനാണ്. കോമൺ ബാത്റൂമിന്റെ ഫിറ്റിങ്സ് ഒക്കെ കണ്ട. കാരണം അവര് കാനഡക്കാരായതുകൊണ്ട് അവർ ആ ഒരു രീതിയിലാണ് എല്ലാം സെറ്റ് ചെയ്തേക്കണം. വലിയ ഒരിതൊന്നുമല്ല. ഇത് കിച്ചൺ കബോർഡും കാര്യങ്ങളെല്ലാം തടിയിലാണ്. കാരണം നേരത്തെ വീട് കാശുള്ള ആൾക്കാരെല്ലാവരും നല്ല തടിയിലും കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. എന്ന് വെച്ചാൽ ഇതിന്റെ വില കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ തലയൊക്കെ കഴിച്ചു. കാരണം അത്രയും വില കുറവിലാണ് ഈ വീട് വിൽക്കണത്. മുകളിൽ അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു കിച്ചണാണിത്. കാരണം ഒരു ഫാമിലിക്കുള്ള എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ട്. ഇതൊന്നും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സെറ്റ് ചെയ്യുമെന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. കാരണം ഇത് നോക്കാനൊന്നും ആരുമില്ല. അപ്പൊ അത് കാരണം ഇങ്ങനെ ആയിപ്പോയി. എന്ന് വെച്ചിട്ട് വീടിന് ഒരു കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. പെയിന്റ് ഒക്കെ അടിച്ചാൽ സൂപ്പറായിട്ട് ഇടക്കാണ്. ഇത് പൂട്ടിയിട്ടേക്കണം എന്നുള്ളൊരു ഒറ്റ കുഴപ്പം മാത്രമേ ഉള്ളൂ. ഇപ്പൊ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരാളെ നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ നിങ്ങൾ കാണാൻ വരുമ്പോ ക്ലീൻ ചെയ്ത് കിട്ടേക്കണായിരിക്കുള്ളൂ. അകത്ത് വേറെ അഴുക്കും കാര്യങ്ങളൊന്നുമില്ല. കാരണം ജനലും അതിലെല്ലാരും അടച്ചിട്ട് മുകളിലൊക്കെ നെറ്റൊക്കെ അടിച്ചേക്കണ കാരണം ഈ മോസ്കിന്റെ നെറ്റൊക്കെ അടിച്ചേക്കണ കാരണം ഇതിന് ഇവിടേക്ക് ഒരു കബോർഡ് അല്ല ഒരു ഫ്രെയിമൊക്കെ അടിച്ച് കബോർഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെറ്റായി. കാരണം ഇവര് ഇത് പണിതിട്ട് താമസിച്ചിട്ടുള്ളത്. കാരണം അവരവിടെ ഉണ്ട്, ഇവിടെ താമസിക്കാനാണല്ല. അത് അറ്റാച്ച്ഡ് ബെഡ്റൂം താഴത്തെ ഫ്ലോറില. കാരണം അവര് നാട്ടിലില്ല. അപ്പൊ അതുകൊണ്ട് താമസിച്ചിട്ടില്ല. അത്രയും ഫ്രഷ് ആയിട്ട് ഇറങ്ങുന്ന ഒരു വീടാണ്. അത് നിങ്ങൾ നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക്. അത്രയും ഫ്രഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഫ്രഷ് ആണ്. ഈ വീടിന് അവരൊരു ന്യായവില ഇട്ടിട്ടുണ്ട്. അവരൊരു ഉദ്ദേശം വേണ്ട. അതും വലിയ പ്രശ്നമൊന്നുമില്ല. അതും താഴത്തോട്ട് പോരും. അവർ ഈ 16 സെന്റിനും 2000 സ്ക്വയർ ഫീറ്റ് ഈ വീടിനും കൂടി 75 രൂപ. 75 രൂപ പറയണമെങ്കിലും അതിനകത്ത് ആരെങ്കിലും കൂട്ടിപ്പറഞ്ഞ തരാന്നൊക്കെയാണ് പറയാറ്. പക്ഷെ അതൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്ക് അതിലും കുറച്ച് കിട്ടും. അത് നിങ്ങൾ വന്ന് നേരിട്ട് സംസാരിച്ച് സെറ്റാക്കാൻ കാര്യമുണ്ട്. അത് അണ്ണാനൊക്കെ കൂടിട്ട് താഴ്ത്തൂന്ന് കിടക്കാണ്.
അതായത് വീട്ട് നോക്കാനല്ലാത്ത ഒരു സെറ്റപ്പ്. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവർക്ക് ഇത് കൊടുക്കണം. ആ ഒരു ഇതിൽ കിടക്കണം. മുകളിലോട്ടൊക്കെ ഇത്തിരി പൊടിയുണ്ട്. താഴത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂം, മുകളിലത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂം, അങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കണം. അപ്പൊ ഈ വീട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. കാരണം ഈ വീടൊക്കെ വാങ്ങിച്ചു നിങ്ങൾക്ക് ഒന്നുകൊണ്ട് നഷ്ടമില്ല. കാരണം കണ്ടില്ല, ഇത്രയും സൗകര്യവും ബസ് റൂട്ടിനെ തൊട്ട് ചേർന്നതിന് 16 സെന്റ് സ്ഥലവും 2000 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമുള്ള വീട് ഉണ്ട്. ഇതിന്റെ ഈ ബെഡ്റൂമിന്റെ ഒക്കെ വലിപ്പം കണ്ട, അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ബെഡ്റൂമാണ്. അതിന്റെ ബാത്റൂം അതും നല്ല സെറ്റപ്പാണ്. ഉണ്ട്, അത്യാവശ്യം എല്ലാ സൗകര്യമുള്ളൊരു വീട്. 75 ലക്ഷം രൂപ അവർ ചോദിക്കണം. എന്താ നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങൾക്ക് വില പറയാം. കാരണം നിങ്ങൾക്ക് ഏറ്റവും വില കുറവിൽ എത്രക്ക് കിട്ടും ആ വിലക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാം. അത് നിങ്ങൾക്ക് നേരിട്ട് വന്ന് വീട് കാണാം. പാർട്ടിനോട് ഇപ്പൊ അവരുടെ ഓണറുടെ ആങ്ങളാണ് ഇപ്പൊ നാട്ടിലുള്ളത്. അപ്പൊ ഓണറോട് ആ പുള്ളിനോട് സംസാരിക്കുക. അപ്പൊ ആ ബെഡ്റൂമിൽ ഇതേപോലെ പ്രാവിന്റെ കൂട് കൂട്ടിയിട്ടേ ആ ചുള്ളിയേക്കണം, താഴ്ത്തുനിന്ന് കിടക്കണം. കാരണം നോക്കാനല്ല, പ്രാവിന്റെ കൂടാണത്. അത് അവിടെയൊക്കെ നെറ്റ് വെച്ച് അടച്ചതാണ്. നെറ്റ് വെച്ച് അടച്ചിട്ടേ ഈ അണ്ണാനെന്തായാലും കയറി ആ നെറ്റ് കാരിക്കളഞ്ഞ് അണ്ണാൻ എലിയെന്താട്ടും. കാരണം വീടും കുറെ ദിവസം പൂട്ടിക്കിടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ 2 വർഷമൊക്കെ ഇത് പൂട്ടിക്കിടക്കണം. അപ്പൊ നോക്കാനാളില്ല. അതുകൊണ്ടാണ് അവര് കിട്ടണ വിലക്ക് കൊടുക്കണം. കാരണം നിങ്ങള് ന്യായമായിട്ടൊരു വില പറഞ്ഞിട്ടുണ്ടെങ്കിലല്ല ഈ വീട് നിങ്ങൾക്ക് അപ്പൊ സ്വന്തവും. നിങ്ങൾ വന്ന് കാണാം, എന്നിട്ട് നിങ്ങൾ തന്നെ നോക്കാം. കണ്ട, ഇതാണ് ഇതിന്റെ സെറ്റപ്പ്. നിങ്ങൾ വന്ന് കണ്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഈ വീടിന് എത്ര രൂപ കൊടുക്കാൻ പറ്റും. കാരണം ഇത് എന്ത് വിലക്കെ ഉണ്ട്. കാരണം ഇതിന്റെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ നോക്കിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എന്ത് വിലക്കെ ഉണ്ടെന്ന്. ആ വില കൊടുത്താൽ മതി. കാരണം ഇതിനൊരു ന്യായവില ഉണ്ടല്ലോ, ആ ന്യായവില അത്രേ വയ്ക്കുള്ളൂ. കാരണം ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുല്ലൊക്കെല്ലാം ഒന്ന് പറിച്ച് കളഞ്ഞ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പെയിന്റ് അടിക്കേണ്ടി വരില്ല. അത്യാവശ്യം നല്ല കളറുണ്ട്. കണ്ടാ, നല്ല സൗകര്യമുള്ള വീട്, നല്ല പ്രൈം ലൊക്കേഷൻ, എല്ലാ സെറ്റപ്പുള്ള വീട്. ഇതൊന്ന് പെയിന്റ് അടിക്കേണ്ട, വീടിനും പെയിന്റ് അടിക്കേണ്ടി വരില്ല കേട്ടോ. പിന്നെ കാർ പോർച്ചിന്റെ ടൈല് ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പൊടിയൊക്കെ പോയി കഴിഞ്ഞാൽ അതും സെറ്റായി. അങ്ങനെ ഈ സൈഡൊക്കെ എന്തെങ്കിലും ഒരു കളർ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴുകിയിട്ട് പായൽ പിടിച്ചിട്ടാണ് കറുത്ത് കിടക്കണം റൈറ്റ് സൈഡ് കാണുന്നതൊക്കെ. അതൊക്കെ ഒന്ന് ഒരു വാട്ടർ പമ്പ് ഉപയോഗിച്ച് കഴുകി ഈ കാണുന്ന കംപ്ലീറ്റ് പുല്ലും ഒരാളെ ചെത്തി ചെയ്യുന്ന കണ്ടില്ല, ഒരു 2 പേരെ നിർത്തി കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് മൊത്തം ക്ലീൻ ചെയ്ത് തരും. എനിക്ക് തോന്നണ ഇപ്പൊ അവര് തന്നെ അത് ക്ലീൻ ചെയ്തിട്ടുണ്ടാവുന്ന തോന്നുന്നുണ്ട്. പിന്നെ ഈ വീടിന്റെ അടിയിൽ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടോ. അങ്ങനെ നമുക്ക് താഴത്തോട്ട് ഇറങ്ങിച്ചല്ല, അവിടെ ഒരു സ്റ്റോറേജ്. അത് നിങ്ങൾ നേരിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല അടിപൊളിയാകും. ഈ വീട് കൊണ്ടുവന്നേക്കണ ഫില്ലറിലാണ് കൊണ്ടുവന്നേക്കണം. ഫില്ലർ ഈ പറഞ്ഞ വീടാണ്. അത് നിങ്ങൾക്ക് ഇതിന്റെ അടിയിൽ ചെന്ന് നോക്കി കാണാൻ പറ്റും. കാരണം ഇതിനെ ചരിഞ്ഞിരിക്കണ ഭൂമിയായോണ്ടേ നേരെ ഇത് ഫില്ലർ അടിച്ച് അത് പൊക്കി പണിതേക്കണം. നമുക്ക് രീതിയിൽ കൂടെ ഇറങ്ങി ചെല്ലുമ്പോ കാണാൻ പറ്റും. രീതിയിൽ കൂടെ നമുക്ക് താഴത്തോട്ട് ഇറങ്ങാം. കാരണം ഇത് ഇങ്ങനെ കിടക്കുന്ന ഒരു ഇതായോണ്ടേ ഇത് ഫില്ലറിലാണ് കയറിയണം. അതുകൊണ്ട് എന്ത് പറഞ്ഞാലും അനങ്ങൂല്ല. ഇത് അത്ര സ്ട്രോങ്ങിലാണ് പണിതേക്കണം. കണ്ട, മൊത്തം ഫില്ലറിലാണ് പണിത് കയറിപ്പോയേക്കണം. കണ്ട, ഇത് നിങ്ങൾക്കൊരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും.